നീറ്റ് 2025 കമ്പയർഡ് ടു നീറ്റ് 2024 സമയം 20 മിനിറ്റ് കുറവാണ്. മാത്രമല്ല ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. 180 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ടാവും. ഈ 180 ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം. അതായത് സ്പീഡും ആക്യുറസിയുമായും നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സമയം വളരെ പ്രധാനമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തെറ്റുകൂടാതെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്ക് സമയം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ സാധ്യത ഫിസിക്സിലാണ്. അത് എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർക്ക് ഫിസിക്സ് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നോ അവരാവും റാങ്ക് ലിസ്റ്റിൽ മുമ്പിലെത്താൻ പോകുന്നത്. ഇപ്പോൾ ഇത് 2024 ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ ടൈറ്റ്ലി വൗണ്ട് 100 ടേൺസ് കോയിൽ ഓഫ് റേഡിയസ് 10 cm carries a current of 7 ampere. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൽ. അതിൽ ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി കോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ബി ഈക്വൽ ടു നമ്മൾ എന്താ μ0 പെർമിയബിലിറ്റി ഓക്കെ NI ഓക്കെ ഡിവൈഡഡ് ബൈ 2R ആണ്. NI/2R. അതിൽ ഈ μ0 പറഞ്ഞു കഴിഞ്ഞാൽ 4 പൈ എത്രയാണ്? പൈയുടെ വാല്യൂ 22 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയാം. ഓക്കെ, 4 പൈ ഇൻറ്റു 10⁻⁻⁷ ഇതാണ് μ0യുടെ വാല്യൂ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടേൺസ് വേണം. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? അത് 100 ആണ്. ഓക്കെ, കറണ്ട് എന്താ? കറണ്ട് അവർ 7 ആംപിയർ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ പിന്നെ 2 ഉണ്ട്. പിന്നെ റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 cm, അത് 0.1 മീറ്ററാണ്. ഓക്കെ, അതിൽ ഈ 100 ഡിവൈഡഡ് ബൈ 0.1 എന്ന് പറഞ്ഞാൽ 1000 ആയി. 1000ഉം 10⁻⁻⁷ഉം 10⁻⁻4 ആയി. 10⁻⁻4. ആ 10⁻⁻4 അവിടെ ഇരിക്കട്ടെ. ഈ 7ഉം 7ഉം കട്ട് ചെയ്യാം. ഓക്കെ, ഈ 2ഉം 22ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 വരും. 11 × 4 എന്ന് പറഞ്ഞാൽ 44 × 10⁻⁻4. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4.4 × 10⁻⁻³ എന്ന് എഴുതാം. 10⁻³ എന്ന് പറഞ്ഞാൽ മില്ലിയാണ്. അപ്പോൾ 4.4 മില്ലി ടെസ്ല വരും. ഓക്കെ, 4.4 മില്ലി ടെസ്ല. റൈറ്റ്. ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനും നിങ്ങൾക്ക് 20 സെക്കൻഡ്സിൽ കൂടുതൽ സമയം വേണ്ടി വരില്ല. ഓക്കെ, ഇവിടെ ഇതിപ്പോൾ ആക്ച്വലി എന്താണെന്നറിയാം, ഈ ഫോർമുല തന്നെ നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. μ0യുടെ വാല്യൂ എഴുതുക, നമ്പർ ഓഫ് ടേൺസ് എഴുതുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഈ 7 തന്നിരിക്കുന്നതേ, അവിടെ 7 ആംപിയർ കറണ്ട് തന്നിരിക്കുന്നത് എന്തിനാ? ഈ നോക്കൂ, ഈ എന്താ പൈയുടെ വാല്യൂ 22/7 എഴുതിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഈ വീഡിയോസിലെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും 20 സെക്കൻഡ്സിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുള്ള് വീഡിയോയിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് സൊല്യൂഷൻസ് ഉണ്ട്, അതുപോലെ കാൽക്കുലേഷൻ ട്രിക്സ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒറ്റ തവണ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്കും ലെസ് ദാൻ 20 സെക്കൻഡ്സിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് 2024 തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താണെന്നറിയോ, ഇവിടെ നമുക്ക് വി ഹാവ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ആണെങ്കിൽ സൈൻ സി, അത് ക്രിട്ടിക്കൽ ആംഗിളാണ്. ഇത് സി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് പറയാം. സി ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഈ എ ബിയും എ സിയും പെർപെൻഡിക്കുലർ ആണ്. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് തീറ്റ, ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദർ പെർപെൻഡിക്കുലർസ് ഈസ് ഓൾസോ തീറ്റ എന്നാ. അതായത് ഇവിടെ നോക്കൂ, എ ബിയും എ സിയും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. എ ബിയുടെ പെർപെൻഡിക്കുലറാണ് ഈ ബ്രോക്കൺ ലൈൻ, അതുപോലെ എ സിയുടെ പെർപെൻഡിക്കുലറാണ് ഈ ബ്രോക്കൺ ലൈൻ. രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണോ അതുതന്നെയാണ് അവയുടെ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള ആംഗിൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബ്രോക്കൺ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ ഇതും 90 ആണ് എന്നർത്ഥം. 90. റൈറ്റ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ സി റിഫ്രാക്റ്റഡ് റേ ഗ്രേസസ് ദ സർഫസ്. അപ്പോൾ ഇതെന്താവണം? ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആവണം. ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ട്രയാങ്കിൾ നോക്കുക. സി ഈ ട്രയാങ്കിളിൽ അപ്പോൾ ഇതെന്തോ വേണം? ഇത് 90 - C വരണം. ഈ ആംഗിൾ 90 - C വരണം. 90 - C. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് റിഫ്രാക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇവിടെ ഈ പി എന്നുള്ള പോയിന്റിൽ നടക്കുന്ന റിഫ്രാക്ഷൻ നിങ്ങൾ എഴുതുമ്പോൾ ജനറൽ ഫോം മാത്രമേ എഴുതാവൂ. സ്നെൽസ് ലോ എഴുതുമ്പോൾ ജനറൽ ഫോം ഓഫ് ദ സ്നെൽസ് ലോ. എന്താ ജനറൽ ഫോം? ഈ ജനറൽ ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ലൈറ്റ് പോകുന്നത് റെയറിൽ നിന്ന് ഡെൻസറിലേക്കാണോ, ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണോ, ഇതൊന്നും നോക്കണ്ട. നമ്മൾ ഒരു മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടുത്തെ ആംഗിളിൻ്റെ സൈൻ ഫംഗ്ഷൻ ഈക്വൽ ടു അടുത്ത മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടുത്തെ ആംഗിളിൻ്റെ സൈൻ ഫംഗ്ഷൻ. എപ്പോഴും ശരി മാത്രമാണത്, ഒരിക്കലും തെറ്റില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ? എയറാണ്, അവിടെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്.
അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, അവിടുത്തെ ആംഗിൾ 30യുടെ സൈൻ ഫംഗ്ഷൻ sin 30. 1 × sin 30 പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ വരിക? 1 × sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/2 വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു അടുത്ത മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. പിന്നെ എന്താ അവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 - c ആണ്. sin 90 - c എന്ന് പറഞ്ഞാൽ എന്താ? അത് cos c ആണ്. ഈ cos c യെ നിങ്ങൾക്ക് എന്ത് എഴുതാം? cos c യെ നിങ്ങൾക്ക് 1 - √1 - sin square c എന്ന് എഴുതാം. ഓക്കെ, അതിൽ സൈൻ സി എന്ന് പറഞ്ഞാൽ 1/μ ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/μ² വരും. 1/μ². ഓക്കെ, ഇനി ഈ മ്യൂ ഞാൻ റൂട്ടിന് അകത്തോട്ട് എടുക്കുകയാണെങ്കിൽ എന്താ വരിക? അത് μ² ആവില്ലേ? അപ്പോൾ ആ μ² × 1 അതെന്താ വരിക? അത് μ² വരും. ഓക്കെ, പിന്നെ μ² × 1/μ², അതെന്ത് വരും? അത് 1 വരും. ഇത് റൂട്ടിനകത്താണ് ഈ സാധനം വരിക. ഈ മ്യൂ റൂട്ടിനകത്തേട്ട് എടുത്താലുള്ള വിശേഷമാണിത്. √ ഇത്രയും വരും. അപ്പോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് പോകും. റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലും സ്ക്വയർ ചെയ്യണം. അപ്പോൾ എത്രയാണ്? 1/2 എന്നുള്ളത് 1/4 ആവും. ആ -1നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1/4 + 1 അതെത്രയാണ്? അത് 5/4 എന്ന് വരും. ഓക്കെ, 5/4 അതാണ് μ². അപ്പോൾ മ്യൂ എന്താ? മ്യൂ ഈക്വൽ ടു √5/4 വരും. അതെത്രയാണ്? √5 / 2 ആണ്. അതാണ് ഇത്, √5 / 2. ഇത് ദിസ് ഈസ് അനദർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇത് 2023 നീറ്റിന് ചോദിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ഒരു ഇക്വി കോൺവെക്സ് എന്ന് പറഞ്ഞാൽ 2 സ്ഫെറിക്കൽ സർഫസസിൻ്റെയും റേഡിയൈ ഓഫ് കർവേച്ചർ ഈക്വലാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ലെൻസ് ഉണ്ട്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ഇങ്ങനെ. അപ്പോൾ ഇവിടെ ആദ്യം ഈ ഷെയ്ഡഡ് പാർട്ട് അത് ഒരു പ്ലെയിനോ കോൺകേവാണ്. പിന്നെ ഒരു ഇക്വി കോൺവെക്സ്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്ലെയിനോ കോൺകേവ്. അപ്പോൾ അവിടെ 3 ലെൻസ് ഉണ്ട്. ഒരു പ്ലെയിനോ കോൺകേവ്, ഒരു ഇക്വി കോൺവെക്സ്, എഗെയിൻ ഒരു പ്ലെയിനോ കോൺകേവ്. ഈ ലെൻസ് 3 ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. ഇതിൻ്റെ ഈ ഓർഡറിൽ കാര്യമില്ല. അതായത് ഇപ്പോൾ ഇവിടെ ഒരു പ്ലെയിനോ കോൺകേവ്, എന്താ, പിന്നെ ഇക്വി കോൺവെക്സ്, പിന്നെ പ്ലെയിനോ കോൺകേവ്. ആ 2 പ്ലെയിനോ കോൺകേവ് നമുക്ക് കമ്പൈൻ ചെയ്യാം. അത് രണ്ടും ആദ്യം വെക്കാം, അത് പ്രശ്നമില്ല അങ്ങനെ വെക്കുന്നതിന്. പിന്നെ മാത്രമല്ല ഈ ലെൻസിൽ എന്താണെന്നറിയോ? ലെൻസിൽ ഇപ്പോൾ നോക്കൂ, ഫസ്റ്റ് പ്ലെയിനോ കോൺകേവ്. ഓക്കെ, പിന്നെ അടുത്ത പ്ലെയിനോ കോൺകേവ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഇക്വി കോൺവെക്സ് ഇങ്ങനെ. അതായത് ഈ മൂന്നാമത്തെ പ്ലെയിനോ കോൺകേവിനെ എടുത്ത് ഞാൻ ഇപ്പുറത്തോട്ട് വെച്ചു എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഓർഡർ നമുക്ക് മാറ്റാം. അതിനകത്ത് ഫോക്കൽ ലെങ്ത്തിൽ വ്യത്യാസം വരില്ല, അതറിഞ്ഞാൽ മതി. ഇപ്പം എന്താണെന്നറിയോ? ഒരു ഇക്വി കോൺകേവും ഒരു ഇക്വി കോൺവെക്സും. ഇക്വി കോൺകേവും ഉണ്ട്, ഇക്വി കോൺവെക്സും ഉണ്ട്. ഇനി 2 സ്ഫെറിക്കൽ സർഫസസിൻ്റെയും റേഡിയൈ ഓഫ് കർവേച്ചർ ഈക്വൽ ആകുമ്പോഴാണ് ഇക്വി കോൺകേവ് അല്ലെങ്കിൽ ഇക്വി കോൺവെക്സ് എന്ന് പറയുന്നത്. അവിടെ ഫോക്കൽ ലെങ്ത് F ഈസ് ഈക്വൽ ടു R, ഒറ്റ റേഡിയസേ ഉള്ളൂ, R / പിന്നെന്താ 2 × μ-1 ആണ്. μ-1, R / 2 × μ-1. ഇതാണ് ഇക്വി കോൺവെക്സിൻ്റെ. കോൺകേവ് ആണെങ്കിൽ ഇവിടെ എന്താ -R / 2 × μ-1, അതായത് മൈനസ് ആവും, അത്ര മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമില്ല. കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവാണ്, കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവാണ്. ഓക്കെ, ഇക്വി കോൺവെക്സിൻ്റെ ഇതാണ്. ഇക്വി കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവാണ്. ഓക്കെ, ഇവിടെ റേഡിയസ് അവർ തന്നിരിക്കുന്നത് 20 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാമെന്ന്? 1/f ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് 1/f1 + 1/f2 എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? കോൺവെക്സിൻ്റെ എടുക്കാം. ഈ കോൺവെക്സിൻ്റെ 1/f1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 ഇവിടുന്ന് കാണാൻ പോവുക. μ 1.5 - 1 എത്രയാണ്? 0.5 × 2 എത്രയാണ്? 0.5 × 2 എന്ന് പറഞ്ഞാൽ 1. അതായത് F = R എന്ന് വരും. R എത്രയാണ്? 20 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ 1 / 20 എന്ന് വരും. 1/20, റൈറ്റ്? 1/f1 പ്ലസ് ഇനി അടുത്ത എന്താ? 1/f2 ആണ്. 1/f2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തത് ഇക്വി കോൺകേവ് ആണ്. അപ്പോൾ ഇവിടെ -R/2 × μ-1 ആ വരിക. അതിൽ μ 1.6 -1 എത്രയാ? ദാറ്റ് ഈസ് 0.6 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 1.2. ഓക്കെ, അപ്പോൾ 20/1.2 ആ. അപ്പോൾ 1/f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2/20 വരും. ഓക്കെ, 1.2/20 അത് 1.2 / 20 വരും. പക്ഷേ ഈ സാധനം നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇപ്പോൾ 1/20 മൈനസ് 1.2/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വരിക? -0.2 / 20 വരും. ഓക്കെ, ഓർ 1 / f =
നമുക്ക് ഇതെന്താ വരിക, ദിസ് ഈസ് -1/100 എന്ന് വരും. അതായത് ഫോക്കൽ ലെങ്ത് -100 സെൻറ്റിമീറ്റർ ആണ് എന്നർത്ഥം. ഓക്കെ, ഇത് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ എന്താണെന്ന് അറിയാം, നമുക്ക് വി ക്യാൻ ആൻസർ സിംപ്ലി ബൈ ഒബ്സർവേഷൻ. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ 2 വോൾട്ട് ഉണ്ടല്ലോ, ഈ 2 വോൾട്ട് ഇതേ അങ്ങോട്ട് കറണ്ട് പറഞ്ഞു വിടാൻ നോക്കും. അതുപോലെ ഈ റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഈ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സെല്ല് പോലെ ആക്ട് ചെയ്യും. ആ സെല്ല് നോക്കൂ, ആ സെല്ല് ഇതേ അങ്ങോട്ട് കറണ്ട് പറഞ്ഞു വിടാൻ നോക്കും. അപ്പോൾ ഇത് അങ്ങോട്ട് കറണ്ട് ഫോഴ്സ് ചെയ്യും, ഇത് ഇങ്ങോട്ട് കറണ്ട് ഫോഴ്സ് ചെയ്യും. കറണ്ട് ഇല്ലാതിരിക്കണമെങ്കിൽ ഇവിടെ 2 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും 2 വോൾട്ട് ആവണം. അതായത് ഇവിടുത്തെ വോൾട്ടേജ് 2 വോൾട്ട് ആവണം എന്നർത്ഥം. ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ, ഈ 10 വോൾട്ട് എന്ന് വരുന്ന കറണ്ട് ഇങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ പോവും. 10 വോൾട്ട് എന്ന് വരുന്ന കറണ്ട് ഇങ്ങനെ പോവും, കാരണം ഗാൽവനോമീറ്ററിൽ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 10 വോൾട്ടിൽ നിന്നുള്ള കറണ്ട് ഇതേ 400ഉം പിന്നെ ഇതിലൂടെയാണ് വരുന്നേ. അതായത് ആ 10 വോൾട്ട് 400ലും ഇവിടെയും കൂടെ ഡ്രോപ്പ് ചെയ്യണം. ഇവിടെ 2 വോൾട്ട് ആണെങ്കിൽ അപ്പോൾ ഇവിടെ എത്ര വരിക, ഇവിടെ 8 വോൾട്ട് വരണം. 8 വോൾട്ട്. ഇനി ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരേ കറണ്ടാണ്. അപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസിന് പ്രപ്പോർഷണലാണ്. ഇവിടെയുള്ള വോൾട്ടേജിൻ്റെ 4 ടൈംസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെയുള്ള റെസിസ്റ്റൻസിൻ്റെ 4 ടൈംസ് ആവണം ഇവിടെ. അപ്പോൾ ഇവിടെ 400 ആണെങ്കിൽ അപ്പോൾ ഇവിടെ എന്താവണം, ഇത് 100 ഓം ആവണം. അപ്പോഴല്ലേ ഇത് 100 ആകുമ്പോൾ അതിൻ്റെ 4 ടൈംസ് 400. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്കത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ദിസ് ഈസ് അനദർ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഇത് എന്താ 2023 ചോദിച്ചതാണ്. അതിൽ എ ബുള്ളറ്റ് ഫ്രം എ ഗൺ ഈസ് ഫയർഡ് ഓൺ എ റെക്ടാങ്കുലർ വുഡൻ ബ്ലോക്ക് വിത്ത് എ വെലോസിറ്റി u. വെൻ ബുള്ളറ്റ് ട്രാവൽസ് 24 centimeter ത്രൂ ദ ബ്ലോക്ക് അലോങ് ഇറ്റ്സ് ലെങ്ത് ഹൊറിസോണ്ടലി, വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ബിക്കംസ് u/3. Then it further penetrates into the block in the same direction before coming to rest exactly at the other end of the block. ഒരു ബ്ലോക്കിൻ്റെ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മറ്റേ എൻഡിൽ ചെന്ന് അവിടെ സ്റ്റോപ്പായി എന്നാണ്. ഓക്കെ, ഇവിടെ റിട്ടാർഡേഷൻ യൂണിഫോമാണ്. നമ്മൾ നിങ്ങൾ ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. പക്ഷെ അത് ഹൊറിസോണ്ടൽ ലൈനിൽ മൂവ് ചെയ്യുമ്പോഴും നമുക്ക് സിമിലർ കേസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെന്താണെന്നറിയോ, when a body starts from rest and moves with constant acceleration. അപ്പോൾ ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 1:3:5:7 അങ്ങനെ പോകും. when a body starts from rest and moves with constant acceleration പറഞ്ഞാൽ എന്താ, ഈക്വൽ ടൈമിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 1:3:5:7. ഇതേ സാധനം നമുക്ക് തിരിച്ച് അപ്ലൈ ചെയ്യാം. അതായത് when a body comes to rest വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ സക്സസീവ് ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈം അതെന്താ, അത് 3 ഇൻറ്റർവൽ ആണെങ്കിൽ 5:3:1, 4 ഇൻറ്റർവൽ ആണെങ്കിൽ 7:5:3:1 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ നോക്കൂ, ഇവിടെ വെലോസിറ്റി u ആണ്. ഓക്കെ, ഇനി ഒരു t കഴിഞ്ഞപ്പോൾ ഒരു 1/3 കുറഞ്ഞു, വെലോസിറ്റി 2u/3 ആയി. ഓക്കെ, ഇനി ഒരു ടി കഴിയുമ്പോഴെന്താ, വെലോസിറ്റി വീണ്ടും ഒരു 1/3 കുറഞ്ഞ് u/3 ആയി. ഇനി ഒരു ടി കഴിയുമ്പോഴെന്താ, വെലോസിറ്റി 0 ആവും. കാരണം റിട്ടാർഡേഷൻ യൂണിഫോം ആവുമ്പോൾ വെലോസിറ്റി ചേഞ്ചസ് ഈക്വലി ഇൻ ഈക്വൽ ടൈം എന്നാണ്. ഫസ്റ്റ് 1/3 കുറയാൻ എത്ര സമയം എടുത്തോ അത്ര തന്നെയാണ് അടുത്ത 1/3 കുറയാനും എടുക്കുക, അത്ര തന്നെയാണ് അടുത്ത 1/3 കുറയാനും എടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് ടി ആണ്, അടുത്ത ടി ഇങ്ങനെ വരും. ഇവിടെ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ, ഇവിടെ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 5:3:1. ഓക്കെ, അവർ പറഞ്ഞത് എന്താണെന്നറിയോ, യുവിൽ നിന്ന് u/3 ആവാൻ എത്രയാ, 5+3 8 യൂണിറ്റ് ട്രാവൽ ചെയ്യണം. ആ 8 യൂണിറ്റ് ആണ് അവർ തന്നിരിക്കുന്ന 24 സെൻറ്റിമീറ്റർ. 8 യൂണിറ്റ് ആണ് 24 സെൻറ്റിമീറ്റർ. അതേ 5+3 8 യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാ, 24/8 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇത് എത്രയാ, ഇത് മൊത്തത്തിൽ 24 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിറ്റ് എത്രയാ, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ മൊത്തം പ്ലാങ്കിൻ്റെ തിക്നെസ് എത്രയാ, 27 സെൻറ്റിമീറ്റർ. ഓക്കെ, കാൽക്കുലേഷൻസ് ഇല്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ അറിയാമെങ്കിൽ എന്താ പെട്ടെന്ന് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ട്രെയിൻ ഓഫ് ലെങ്ത് 100 meter enters a straight tunnel of length 1 kilometer with a velocity of 54 km/h and exits with a velocity 45 km/h. Okay,
If the deceleration is uniform, the time taken by the train to pass through the tunnel is. അതിൽ ഈ ടണൽ 1 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്, ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണ് 100 മീറ്റർ ആണ്, അതായത് 0.1 കിലോമീറ്റർ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതെത്രയാണ്, ഇത് ഈസ് 0.1 കിലോമീറ്റർ, 0.1 കിലോമീറ്റർ. ഓക്കെ, ഇതെത്രയാണ്, ഇത് 1 കിലോമീറ്റർ. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ, ട്രെയിനിൻ്റെ ഫ്രണ്ട് എൻഡ് ദേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ട്രെയിന് ആ ടണൽ ക്രോസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എത്തണം. അപ്പോൾ ഈ ട്രെയിൻ ട്രാവൽ ചെയ്യേണ്ട ദൂരം എത്രയാ, ഇവിടെ നിന്ന് ഇവിടം വരെ 1 കിലോമീറ്റർ, അവിടെ നിന്ന് ഇങ്ങോട്ട് 0.1 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 1.1 കിലോമീറ്റർ. 1.1 കിലോമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻ ടു ടൈം, അത് അൺകണ്ടീഷണലാണ്. എപ്പോഴും അത് ശരി മാത്രമാണ്, ഒരിക്കലും തെറ്റില്ല. അതായത് ആവറേജ് വെലോസിറ്റി ഇൻ ടു ടൈം വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെൻറ്റ്സ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി എന്താണോ, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രം. ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 ആണ്, അതായത് ഇനീഷ്യലിൻ്റെ ഫൈനലിൻ്റെ അരിത്തമെറ്റിക് മീൻ ആണ്. ഇവിടെ നോക്കൂ, എൻട്രി ചെയ്യുന്ന സ്പീഡ് എത്രയാണ്, 54 ആണ്. ലീവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്, 45 ആണ്. മനസ്സിലായില്ലേ? യുവും വിയും ആണ് തന്നിരിക്കുന്നത്, ആക്സിലറേഷൻ തന്നിട്ടില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താ, ടൈമാണ്. അപ്പോൾ യൂഷ്വലി നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ, v² = u² + 2as ആദ്യം അപ്ലൈ ചെയ്യും, എന്നിട്ട് അവിടുന്ന് ആക്സലേഷൻ കാണും, എന്നിട്ട് v = u + at യൂസ് ചെയ്തിട്ട് ടൈം കാണും. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക എന്നറിയോ, ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 ആണ്. അതായത് 54 + 45 പറഞ്ഞാൽ 99/2 ആണ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, അത് 1.1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ആവറേജ് വെലോസിറ്റി എത്രയാണ്, ആവറേജ് വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 99 ഡിവൈഡഡ് ബൈ 2 എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ 2 മേലെ പോവും. ഓക്കെ, ബൈ 2 മേലെ പോവും. ഇത് കിലോമീറ്റർ ആണ്, ഡിനോമിനേറ്റർ കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, ആൻസർ അവറിൽ കിട്ടും. ഓക്കെ, പക്ഷേ ആൻസർ ഇവിടെ സെക്കൻഡിലാണ്. ഈ അവറിനെ നിങ്ങൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റിൽ കിട്ടും, എഗെയിൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ്സിൽ കിട്ടും. ഇതാണ് പരിപാടി. ഓക്കെ, അതിൽ ഈ നമുക്ക് എന്താ, ഇതിൽ നിന്ന് ഒരു 0യും 1.1 എടുത്തു കഴിഞ്ഞാൽ 11 ആയി. 11, ആ 11ഉം 99 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി, താഴെ 9 ആയി. ഓക്കെ, ഈ 6 × 6 എന്ന് പറഞ്ഞാൽ 36 ആണ്. 36/9 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 10 എത്രയാ, ഇവിടുത്തെ ഈ 0 40, 40 × 2 എത്രയാ, 80. ഓക്കെ, 80 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ഏത് ക്വസ്റ്റ്യനും, നീറ്റിന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് you can solve any NEET question in less than 20 seconds. Thank you.